കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരി ബോട്ടം തിയറിയുടെ പകുതി ഭാഗം ഫാബ്രിക്കിൽ വരച്ചിട്ടിരുന്നു. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഭാഗം വരയ്ക്കുവാനുള്ളത്. ഇതിനൊക്കെ മുൻപായി ഡിസൈൻസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാം. എല്ലാ ഫാബ്രിക്കിനും ഒരു ബേസ് കളർ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ബേസ് കളറിലാണ് പൊതുവായി ഡിസൈൻസ് വരുന്നത്. ഡിസൈൻസ് പലതരത്തിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ടതെന്നറിയപ്പെടുന്നത് 6 എണ്ണമാണ്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രൈപ്സ് ആൻഡ് ചെക്സ്, 1 direction, 2 direction, any direction, beach wear and tie and dye. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് സ്ട്രൈപ്സ് ആൻഡ് ചെക്സ്. ബേസ് കളറുള്ള ഒരു ഫാബ്രിക്കിൽ വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ക്രോസ് ആയോ ലൈൻസ് വരുന്നതാണ് സ്ട്രൈപ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും ഒരുമിച്ച് ബേസ് കളറുള്ള ഒരു ഫാബ്രിക്കിൽ വരുമ്പോൾ അത് ചെക്സ് ആയി മാറുന്നു. ചുരി ബോട്ടം കട്ട് ചെയ്യുവാനായിട്ട് ഫാബ്രിക് ക്രോസ് ആയിട്ടാണ് ഇടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സ്ട്രൈപ്സ് ഡിസൈനായി വരുന്ന ഫാബ്രിക്കാണ് ചുരി ബോട്ടം കട്ട് ചെയ്യുവാനായി നമ്മൾ എടുക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. അതായത് ക്രോസ് ആയി മടക്കുമ്പോൾ ഒരു ഭാഗം വെർട്ടിക്കൽ ലൈൻസും ഒരു ഭാഗം ഹൊറിസോണ്ടൽ ലൈൻസുമായി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യുമ്പോൾ ക്രോസ് ആയി മടക്കിയിട്ടതിന് ശേഷം ഏതാണ് തിരിഞ്ഞു വന്നിരിക്കുന്നതെന്ന് നോക്കി മുകൾ ഭാഗം കട്ട് ചെയ്ത് നേരെയാക്കിയതിന് ശേഷം മാത്രം വരച്ച് കട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഡിസൈനാണ് 1 direction. ഡിസൈൻസിൽ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് 1 direction ഡിസൈൻസ്. ചുരി ബോട്ടം തിയറിയുടെ ഒന്നാമത്തെ പോയിന്റായി നമ്മൾ പഠിച്ചത് ആകെയുള്ള നീളത്തെ 2ആയി മടക്കുക എന്നതാണ്. ഇതിൽ 2ആയി മടക്കുമ്പോൾ 1 directionലുള്ള ഡിസൈൻ ആണെങ്കിൽ ഒരു ഭാഗം തിരിഞ്ഞും ഒരു ഭാഗം നേരെയുമായിരിക്കും വരുന്നത്. ഇതാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന ഡിസൈൻ ആണെങ്കിൽ വരയ്ക്കുന്നതിന് മുൻപ് തന്നെ മടക്കിയതിന് ശേഷം മുകൾ ഭാഗം കട്ട് ചെയ്ത് ഡിസൈൻ നേരെയാക്കിയതിന് ശേഷം മാത്രം വരച്ച് കട്ട് ചെയ്യുക. മൂന്നാമതായി 2 direction ഡിസൈൻസ്. 2 direction ഡിസൈൻസിലുള്ള ഡിസൈൻസ് എല്ലാം തന്നെ മുകളിലേക്കും താഴേക്കും അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുമായി ഒരേപോലെ വരുന്നതാണ്. ഈ ഡിസൈനാണ് ചുരി ബോട്ടം കട്ട് ചെയ്യുവാനായി നമ്മൾ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. ഇരുവശവും ഒരേപോലെ ഉള്ളതിനാൽ മടക്കുമ്പോഴും ഈ ഡിസൈൻ കട്ട് ചെയ്ത് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. നാലാമതായി എനി ഡിറക്ഷൻ ഡിസൈൻസ്. എനി ഡിറക്ഷൻ ഡിസൈൻസിൽ വരുന്ന ഡിസൈൻസ് എല്ലാം തന്നെ പ്രത്യേകിച്ച് ഡിറക്ഷൻ ഒന്നുമില്ലാതെ ചെയ്യപ്പെട്ടതാണ്. ഇതും കട്ട് ചെയ്ത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. അഞ്ചാമതായി ബീച്ച് വെയർ ഡിസൈൻസ്. ബീച്ച് വെയർ ഡിസൈൻസിന് ഒരു പ്രത്യേകതയുള്ളത് മറ്റ് ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ബേസ് കളർ കണ്ടുപിടിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഡിസൈനുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഓരോ കളറിലുള്ള ഡിസൈനും വ്യത്യസ്തമായ രീതിയിലും സ്ഥാനങ്ങളിലും സ്ഥിരതയില്ലാതെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. അതായത് ബീച്ച് വെയർ ഡിസൈൻസ് എല്ലാം തന്നെ ബേസ് കളറോ ഡിറക്ഷനോ ഇല്ലാതെ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. ഇനി അവസാനമായി ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്ന ഡിസൈനാണ്. നമുക്കറിയാം ഒരു ഫാബ്രിക് നിർമ്മിക്കുമ്പോൾ അതിന് വൈറ്റ് കളർ ആയിരിക്കുമല്ലോ. വൈറ്റ് കളർ മാറി പല കളറിലാവുന്നത് അതിന് കളർ കൊടുക്കുമ്പോഴാണ്. ടൈ ആൻഡ് ഡൈ എന്ന് പറയുന്ന ഡിസൈനിൽ ഏത് ഡിസൈനാണോ ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ എല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ വൈറ്റ് കളർ നിൽക്കുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനായി ചില ഭാഗങ്ങളിൽ ടൈ ചെയ്തിട്ടാണ് ഡൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ടൈ ആൻഡ് ഡൈ എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പഠിച്ച 6 ഡിസൈനുകളിൽ നിർബന്ധമായും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് 1 direction ആണ്. മുകൾ ഭാഗം കട്ട് ചെയ്ത് ഡിസൈൻ നേരെയാക്കി ഇട്ടതിന് ശേഷം മാത്രം വരച്ച് കട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ചുരി ബോട്ടം തിയറിയുടെ പകുതിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്ട്രൈപ്സോ 1 directionോ ഫാബ്രിക്കായി എടുത്തിട്ടുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് രണ്ടാമത് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഡിസൈൻസിനെ കുറിച്ചും കളേഴ്സിനെ കുറിച്ചും എല്ലാം ഫാബ്രിക് പെയിന്റിന് വരാനിരിക്കുന്ന മൊഡ്യൂളിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏത് ഫാബ്രിക് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുള്ളവയാണ്. കൂടുതൽ വിശദമായി വരാനിരിക്കുന്ന മൊഡ്യൂൾസിലൂടെ നമുക്ക് പഠിക്കാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം.